ഇന്നലെ ഞാൻ ഈ കേക്കിൻ്റെ ഷോർട്സ് ഇട്ട സമയത്ത് എൻ്റെ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ നോസിലൊന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു നോസിൽ ഇതാണ്, ഗ്രാസ് നോസിലാണ്. അപ്പോൾ നമുക്ക് അതുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഗ്രാസ് ഇങ്ങനെ വരുന്ന രീതിക്ക് കിട്ടും. പക്ഷേ ആ നോസിൽ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേറൊരു രീതിക്കും കൂടെ അത് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു കളറിലുള്ള ക്രീം നിറച്ചതിന് ശേഷം ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ആദ്യത്തത് നമ്മൾ ആ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കേക്ക് ബോർഡ് അറ്റത്താണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അതായത് ബോർഡുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്രീമിലേക്കും ബോർഡിലേക്കും കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത്, അതായത് ഒന്ന് പ്രസ് ചെയ്ത് ഇരുത്തിയിട്ട് ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോഴാകുമ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം അവിടെ പ്രസ്സായിട്ട് ഇരുന്നിട്ട് ബാക്കി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ആ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു പൈപ്പിംഗ് ബാഗ് കൊണ്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഗ്രാസ് നോസിലുകൊണ്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ക്രീം നമ്മൾ ചെയ്യുന്ന അതേ ഷേപ്പ് വരും. പക്ഷേ പ്രസ് ചെയ്ത് ആ ഒരു ക്രീമിൽ ടച്ച് ചെയ്ത് നിൽക്കാതെ ഇങ്ങ് മുകളിലേക്ക് വരും. ഒന്ന് നല്ലോണം ഒന്ന് ഇരുത്തി പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റം അവിടെ നല്ല പ്രസ്സായിട്ടിരുന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു നൂല് പോലെയുള്ള ആ ഒരു ഗ്രാസിൻ്റെ ഇതുണ്ടല്ലോ, അതിങ്ങനെ കുഴഞ്ഞ പോലെ ആ ഒരു ഗ്രാസായിട്ട് തന്നെ വരും. അപ്പം ആദ്യമേ തന്നെ പ്രസ് ചെയ്തെടുക്കാതെ ഒന്ന് ഇരുത്തി പ്രസ് ചെയ്ത് അതൊന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ഒന്ന് വലിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിക്ക് ആ ഒരു ഗ്രാസ് കറക്റ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇതേപോലെ ഞാൻ വേറൊരു ഫ്ലവറും കൂടി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഒറ്റ ലൈൻ കൊള്ളൂലായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൊമ്പും കൂടി വരുന്ന രീതിയിൽ ഒരു ലൈൻ കൊടുത്തിട്ട് പിന്നെ ഒന്ന് വേറൊന്നും കൂടിയൊക്കെ കൊടുത്തു നോക്കി. പക്ഷേ അത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് ഒറ്റ ലൈൻ മാത്രം അങ്ങനെ കൊടുത്തപ്പോൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ ഒരു കളർ കൊണ്ട് തന്നെ പേരും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ പ്രിൻ്റ്, എൻ്റെ കയ്യിൽ കുറച്ച് പ്രിൻ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു പ്രിൻ്റ് വെച്ച് കൊടുക്കുക. എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഈ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ്, മിക്കവാറും എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ് വിട്ടു തരാറുള്ളത്. ഇടയ്ക്കൊക്കെ തരുന്നതിന് മാത്രം എന്തെങ്കിലും മോഡൽ അയച്ച് തന്നിട്ട് അതേപോലെ ചെയ്യണമെന്ന് പറയും. കൂടുതലും എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രാസ് നോസിൽ വെച്ചിട്ടൊരു ഡിസൈനൊന്നും ഞാൻ ആദ്യം സെലക്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പ്രിൻറ്റ് മാത്രം വെച്ച് കൊടുക്കാമെന്നാണ്. പിന്നെ ആ ഒരു പ്രിൻറ്റ് മാത്രം അങ്ങനെ മുകളിലിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ, എന്തായാലും ഒരു ഗ്രീൻ കളറും കൂടെ അതിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത്രയും ചെയ്തതിന് ശേഷം പ്രിൻറ്റ് വയ്ക്കുന്നത് ഞാൻ വിചാരിച്ചു ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചെയ്ത് കൊടുക്കാം, ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിൻ്റെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും തന്നെ കസ്റ്റമർ വന്നെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കസ്റ്റമർ നിൽക്കവേ തന്നെയാണ് ബാക്കി പ്രിൻ്റ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിന്നങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്ന കൂട്ടത്തിൽ ഞാൻ ബാക്കിയെല്ലാം കൂടിയൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം കേക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അന്ന് നല്ല തിരക്കുള്ള ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. കൂടുതലും എനിക്ക് പെട്ടെന്ന് ഓർഡർ വന്നങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ അപ്പോൾ തന്നെ വീണ്ടും അടുത്തത് പെട്ടെന്ന് വരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. 2 or 3 കേക്ക് മാത്രമേ എനിക്കന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്ത് ഡെക്കറേഷൻ മാത്രം പിറ്റേ ദിവസത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന ഓർഡർ ആണെങ്കിൽ എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞ ഓർഡേഴ്സ് എല്ലാം തന്നെ തലേ ദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തിരക്കാണെങ്കിൽ തന്നെയും എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കേക്കും പെട്ടെന്ന് ചെയ്യണം. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ, ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം അതും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്ത് വെക്കും. കാരണം കേക്കും കൂടി ചെയ്യാനുള്ളത് കൊണ്ട് രണ്ടും ഒരേ ഇതിൽ കൊണ്ടുപോകണമല്ലോ.
അപ്പോൾ ഫുഡ് എന്തായാലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, കേക്കും എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. രണ്ടും നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ടൈമെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കണക്കൂട്ടലുണ്ടായിരിക്കും. ഇത്ര ടൈമിനുള്ളിൽ ഫുഡ് റെഡിയാക്കണം, ഇത്ര ടൈമിനുള്ളിൽ ഓരോ കേക്കും ഡെലിവറി ചെയ്യുന്നതിന് ടൈം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഏതെല്ലാം തീർത്ത് വെക്കണമെന്നും ക്രം കോട്ടിങ് എപ്പോൾ ചെയ്യണമെന്നും അടുത്ത ഫൈനൽ കോട്ടിങ് ആയാലും ഡെക്കറേഷൻ ആയാലും പ്രിൻ്റ് വയ്ക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോന്നും ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. അല്ലെങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഒരാൾ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ എത്ര ടൈം കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് മോഡൽ ചെയ്യുന്ന ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണ്. ഞാൻ ആ ഒരു കളറ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുത്തു. ആ ഒരു നോസിലെടുത്തിട്ട് എങ്ങനെ ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല. സാധാരണ നോർമൽ റോസ് ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ ആ ഒരു കേക്കിലേക്ക് കൈ പോയ സമയത്തേക്ക് വന്നത് ഈ ഒരു ഡിസൈനായിരുന്നു. പിന്നെ അത് തന്നെ അങ്ങ് ഒരു സൈഡ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് കുറച്ച് ലീഫും, അത് നോസിൽ വെച്ചിട്ടല്ല, അല്ലാതെ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്ന് വലിച്ച് ആ ഒരു ലീഫ് പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെ ചെറിയൊരു നീളത്തിലിങ്ങനെ ലൈൻ പോലെ അതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ കേക്കും ആ ഒരു ഓർഡർ വരുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനെ സ്പഞ്ച് കുറേ ചെയ്തങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കൂല. കാരണം നമുക്ക് ഓർഡർ വന്നില്ലെങ്കിൽ അത് പിന്നെ അത് വേസ്റ്റ് ആവില്ലേ. അതുകൊണ്ട് ഞാൻ ഓർഡർ വരുന്നതനുസരിച്ചാണ് എപ്പോഴും സ്പഞ്ച് ചെയ്ത് വെക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ ആ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുകയും വേണം, ക്രീം ചെയ്യണം, എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ കേക്ക് സ്പഞ്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോകാം. പക്ഷേ അതും റെഡിയാക്കണം, ക്രീമും ചെയ്യണം, എല്ലാം കൂടി വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാറില്ല. നമുക്ക് ഓർഡർ വരുന്നതനുസരിച്ച് മാത്രമാണ് ഞാൻ 1/2 kg 1 kg ഏത് വെയിറ്റ് ആണെന്ന് ചോദിച്ചതിന് ശേഷം അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു മോഡൽ കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നോസിൽ ഫസ്റ്റ് ഫ്ലവർ കൊടുത്തിട്ടുള്ളത് റോസറ്റ നോസിലും, പിന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ചെറിയ നോസിൽ വെച്ചിട്ടാണ് ആ ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കുന്നത്. എനിക്ക് ബോർഡർ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു നോസിലാണ് കേട്ടോ ആ ഒരു ഇത്. നല്ല ഭംഗിയാണ് ആ ഒരു നോസിൽ കൊണ്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ. അതിൽ ഫ്ലവർ കൊടുത്താലും ഭംഗിയാണ്, പക്ഷേ ഒരു കുഞ്ഞു ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനെ കൊടുക്കാറില്ല. ഈ വലിയ ഫ്ലവർ വരുന്ന കൂട്ടത്തിൽ ആ ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ആ ഒരു നോസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വൈറ്റ് ക്രീം കൊണ്ട് തന്നെയാണ് സെൻറ്ററിൽ പേരും കൂടി എഴുതി വെച്ച് കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റേഡിയൻ വയലറ്റ് ഉണ്ടല്ലോ, ആ ഒരു കളറിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരല്പം ബ്ലൂവും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് കുറച്ച് ഇതേപോലത്തെ ഒരു ഡാർക്കായിട്ടുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അപ്പോൾ അതും ക്രം കോട്ടിങ് കഴിഞ്ഞ് നേരത്തെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കേക്കാണ്. അതും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്ത്, അപ്പോൾ അതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ച് പിന്നെ പ്രലേനും ഒക്കെ സൈഡിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതും ക്രീം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് സമയമില്ലാതെ ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് ഓരോ പണി വന്ന് വീഴുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രീമിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. ഞാനത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഓവർ ബീറ്റ് ആയിട്ടില്ല, ഞാൻ പുറത്ത് വെച്ചിരുന്നില്ല, അങ്ങനെയൊന്നും ആ ഒരു കേക്ക് ക്രീമിന് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഞാൻ ആ ഒരു ക്രീം എടുത്ത് വെച്ച് കേക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ എയർ ബബിൾസ് കയറുന്നത് പോലെയും നല്ല സ്റ്റിഫായി, നമ്മൾ എന്താണ് ഈ ഓവർ ബീറ്റ് ആവുന്ന സമയത്തുള്ള ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതുപോലെ ആയിപ്പോയി ക്രീം അങ്ങ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ബീറ്റ് ചെയ്യാത്ത ക്രീമും കൂടി എടുത്ത് അതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ക്രീം അങ്ങ് സ്റ്റിഫായി പോകുന്ന ആ ഒരു ടെക്സ്ചറിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതേപോലെ സോസ് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിച്ച സമയത്ത് സോസ് ഞാൻ ഇതിൽ ഗനാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ആ ഒരു ടോപ്പ് ഭാഗത്ത് മാത്രം നിർത്തണമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നല്ല ടൈം ആ ഒരു ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്ന സമയത്തായതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്ത സമയത്ത് അതിങ്ങനെ താഴേക്കും കൂടി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രളയം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഒഴുകി വരുന്ന കൂട്ടത്തിൽ അതും കൂടി ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതെല്ലാം ചെയ്ത് നല്ലോണം കേക്കുമായിട്ട് ടച്ച് ചെയ്ത് അങ്ങനെ നല്ല പ്രസ് ചെയ്ത് റെഡി
റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കി. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഒഴുകി വരാതെ അവിടെ തന്നെ നിന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ഗനാഷാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗനാഷ് റെഡിയാക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് യെല്ലോ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മാറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം സെറ്റായതിന് ശേഷം മാത്രമേ അതിൻ്റെ മുകളിലേക്ക് എഴുതി കൊടുക്കാവൂ. അല്ലെങ്കിൽ ആ ഒരു ക്രീം ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതനുസരിച്ച് ആ ഒരു നമ്മൾ എഴുതുന്ന മാറ്ററും കൂടി ആ ഒരു ക്രീമിലേക്ക് ഇങ്ങനെ താഴേക്ക് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം അത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം മാറ്റർ എഴുതി കൊടുക്കണം. എന്നിട്ട് പിന്നെ ആ ഒരു വെപ്രാൾപ്പെട്ട സമയമായതുകൊണ്ടായിരിക്കും ചോക്ലേറ്റ് ഡെക്കറേഷൻ എടുത്തിട്ട് അത് ഏത് ടൈപ്പ് വെക്കണം, എവിടെ വെക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊക്കെ നോക്കിയതിന് ശേഷം ഫ്രണ്ടിലും സൈഡിലുമായിട്ട് 2-3 ഡെക്കറേഷൻ വെച്ച് കൊടുത്ത് കുറച്ച് ഗ്ലിറ്ററും കൂടി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറി ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാനത് നേരത്തെ ആ ഒരു ഇടയ്ക്കൊരു വേറൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച ആ ഒരു ടൈമിൽ ഇതൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അങ്ങ് ഡെലിവറി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ സമയത്തിൽ തന്നെ വേറൊരു കേക്ക് ബേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ബേക്കാവുന്ന ടൈമിലാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചൂടാറിയ ശേഷം അതും കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ വീണ്ടും ചെയ്യാൻ തുടങ്ങി. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എൻ്റെ വെയിറ്റ് കൂടുതലാണോ എന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സമയത്ത് തന്നെ 1,400 ഉണ്ടായിരുന്നു. 1 kg ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1,400 ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് ചെയ്തിട്ട്. പിന്നെ അടുത്തുണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അത് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡറാണ്. 2 ഓർഡർ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. 2ഉം ½ kg തന്നെയാണ്. ഒന്നിൽ മാറ്റർ എഴുതാനും ഉണ്ട്, ഒന്നും എഴുതാതെ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള 2 കേക്കാണ്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ഫൈനൽ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 2ഉം പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് 2ഉം പെട്ടെന്ന് തന്നെ ക്രീം കൊടുത്തെടുക്കുന്നത്.
അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു പിന്നെയും ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കും ഇതേപോലെ ക്രീം ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഒന്ന് റെഡിയാക്കി എടുത്ത് വന്നപ്പോൾ സമയത്ത് വീണ്ടും ഒരു 1/2 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഞാൻ വലിയ ഡിസൈനൊന്നും അതിനകത്ത് കൊടുക്കാൻ നിൽക്കാതെ കുറച്ച് ക്രംസ് ഇട്ടിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു അടപ്പ് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ക്രംസ് ഇതേപോലെ അരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലും ആ ഒരു ക്രംസ് തന്നെ സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കേക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം സെൻട്രലായിട്ട് ഇതേപോലെ ക്രീമുണ്ട് ഫ്ലവറും കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ മാറ്ററൊന്നും ഉണ്ടായിരുന്നില്ല എഴുതാൻ വേണ്ടിയിട്ട്, വെറുതെ ഇങ്ങനെ ഒരു വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനാണ് അതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്ലവറിലേക്ക് ഞാൻ റെഡ് കളറിൻ്റെ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു വൈറ്റ് മാത്രമായിട്ട് നിന്നപ്പോൾ എനിക്ക് എന്തായാലും റെഡിൻ്റെ എന്തെങ്കിലും കൂടി വേണമെന്ന് തോന്നിയതുകൊണ്ട് ആ ഒരു പൗഡർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയൊക്കെ റെഡിയായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയി അവിടെ നിന്ന സമയത്ത് രാത്രിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വിളിക്കുന്നു, പിന്നെ ഒരു പൈനാപ്പിൾ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പൈനാപ്പിളിൻ്റെ ക്രഷ് ഉണ്ടായിരുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് വരുന്ന വഴിക്ക് അത് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് കടയിൽ കയറി നോക്കിയപ്പോൾ ഒട്ടും പഴുക്കാത്തൊരു പച്ച പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും അത് തന്നെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിന് വേറെ ഫ്ലേവറൊന്നും വേണ്ട, അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പൈനാപ്പിൾ വന്നതിന് ശേഷം നല്ലതുപോലെ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും ആ ഒരു പൈനാപ്പിൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നല്ലതുപോലെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തന്നെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് അത് വേവുള്ളൂ. നല്ലോണം വെന്ത് വന്നാലേ ആ ഒരു ടേസ്റ്റ് അതിനുള്ളിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ഒരു 2-3 ഡ്രോപ്പ് എന്ന് പറയാം, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സിറപ്പിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല രീതിക്ക് വെന്ത് വന്ന് ആ ഒരു മധുരവും ഈ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു പഴുത്ത പൈനാപ്പിൾ ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഫില്ലിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈനാപ്പിൾ അതിൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു ഡിസൈൻ പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് ഞാനൊരു യെല്ലോ കളർ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 kg വേറെയും വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള യെല്ലോ കളർ വെച്ചിട്ട് തന്നെയാണ് അതിലും ഒരു യെല്ലോയും വൈറ്റും വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് അതിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും യെല്ലോ കളർ മിക്സ് ചെയ്തെടുത്തപ്പോൾ രണ്ടിലും ഒരേ കളർ വെച്ചിട്ടുള്ള ഡിസൈൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ്, നല്ല തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ തിരക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കേക്ക് ചെയ്യാനുണ്ട്. നേരത്തെ ഓർഡർ വരുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്യാം. പക്ഷേ ഇത് ഓരോ കേക്കും എനിക്ക് ഒന്ന് ചെയ്ത് ഞാൻ റെഡിയാക്കി പകുതി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഓർഡർ വരുന്നു, പിന്നെ അടുത്തത് വരുന്നു, അങ്ങനെ വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ലാതെ നമുക്ക് ആ ഒരു കൂടുതൽ ഓർഡർ വന്നു എന്ന് പറഞ്ഞിട്ട് നേരത്തെ അറിയുകയാണെങ്കിൽ നമ്മൾ തലേദിവസമേ ക്രം കോട്ടിങ് കഴിഞ്ഞ് ഇരിക്കുന്ന കേക്കാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എല്ലാം എടുത്ത് ഡിസൈൻ ചെയ്തെടുത്താൽ മതി, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഓരോ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നു, പിന്നെ അത് ക്രം കോട്ട് ചെയ്യുന്നു, ഫൈനൽ കോട്ട് ചെയ്യുന്നു, അത് കുറച്ച് ബുദ്ധിമുട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ളതും കൂടി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരത്തെ അറിയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നേരത്തെ ചെയ്ത് വെക്കും. മാത്രമല്ല നമ്മൾ സ്പഞ്ച് ചെയ്ത് വെക്കുന്നതല്ലല്ലോ, അറിയുന്നതനുസരിച്ച് അപ്പോൾ ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കേക്ക് ചെയ്തുകൊടുന്ന സമയത്ത് ഇങ്ങനെ ബോർഡ് ക്ലീനാക്കുന്ന ടൈമിൽ ഇങ്ങനെ തെറ്റിയിട്ട് എൻ്റെ കേക്കിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും ഒന്നേന്ന് ഞാൻ ചെയ്തെടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്പീഡിന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ വന്നു പോകാറുണ്ട്.
പിന്നെ ആ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ക്രഷും ഉണ്ടായിരുന്നില്ല, ആ ഒരു കിട്ടിയതും അത്രയും പഴുക്കാത്തൊരു പൈനാപ്പിളും ആയിരുന്നു. അപ്പോൾ അത് ചെയ്തെടുക്കാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ഫില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു വെന്ത് കിട്ടി നല്ല മധുരത്തിനും വന്നില്ല എന്നുണ്ടെങ്കിൽ പണിയാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ആ രീതിക്ക് ഞാൻ ചെയ്തെടുത്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിച്ച് നോക്കിയിട്ടാണ് കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും മധുരക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ. പക്ഷേ ഞാൻ കേക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ തന്നെ 300 ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ 1 kg കേക്ക് ചെയ്യുന്ന സമയത്ത് 200 300 ഒക്കെ ആവാറുണ്ട്. ഞാൻ നേരത്തെ ബട്ടർ സ്കോച്ച് ചെയ്ത സമയത്ത് 400 വരെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും നല്ല രീതിക്ക് ഫില്ലിങ്സ് കൊടുക്കുന്നതും ആ ഒരു കേക്ക് സ്പഞ്ച് നല്ല ഹൈറ്റിലൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അത്രയും രീതിക്ക് വരുന്നത്. അതാണ് കൂടുതലും നമ്മൾ ആ ഒരു ഹോം ബേക്കറിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും കേക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് കേക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ 1 kg എന്ന് പറയുമ്പോൾ കടയിലൊക്കെ ചെയ്യുന്നത് പോലെയല്ല, 1 kg കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും ചെയ്ത് കൊടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. കുറച്ച് കേക്കിൻ്റെ വർക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈഡിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണിക്കും. നിങ്ങൾ അതിലൊന്ന് ടച്ച് ചെയ്താൽ പോയിൻ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് മറക്കാതെ നിങ്ങൾ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് എന്തായാലും നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ഓരോ കേക്കിൻ്റെയും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ.